ഹായ് ഫ്രണ്ട്സ്, ഞാനിന്നിവിടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ആപ്രിക്കോട്ട് പുഡിങ് എങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാം എന്നുള്ളൊരു വീഡിയോ ആണ് ഞാനിവിടെ കാണിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, മെയിൻ വേണ്ടത് കോൺഫ്ലോർ, ആപ്രിക്കോട്ട്, പാല്, പിന്നെ പഞ്ചസാര, പിന്നെ കുറച്ച് ചോക്ലേറ്റിൻ്റെ സിറപ്പ്, പിന്നെ മാരി ബിസ്ക്കറ്റ്, പിന്നെ ഒരു ടിന്ന് കണ്ടൻസ്ഡ് മിൽക്ക്. അപ്പോൾ പുഡിങ് സെറ്റ് ചെയ്യാനുള്ള ഒരു ട്രേ എടുത്തിട്ട് അതിൽ കുറച്ച് ബട്ടർ സ്പ്രെഡ് ചെയ്ത് കൊടുത്തു. വളരെ കുറച്ച് ബട്ടർ തന്നെ മതി. അതിനുശേഷം അതിൽ കുറച്ച് ചോക്ലേറ്റിൻ്റെ സിറപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. അത് ഒരു ബ്രഷ് ഉപയോഗിച്ചിട്ട് തന്നെ നമ്മളൊന്ന് ഈ പാത്രത്തിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ തന്നെ പുഡിങ്ങിൻ്റെ മേലെയും നമ്മൾ കുറച്ച് ചോക്ലേറ്റ് സിറപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ രണ്ട് ടോപ്പിങ്ങിലും അടിയിലും ഇങ്ങനെ ചോക്ലേറ്റ് സിറപ്പ് ലെയറായിട്ട് വരുമ്പോൾ നമുക്ക് ഈ പുഡിങ് കഴിക്കുമ്പോൾ വളരെ ടേസ്റ്റ് ഉണ്ടായിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ ചെയ്യുന്നത്. പിന്നെ അതിനുശേഷം നമ്മൾ കുറച്ച് പാല് ചൂടാക്കുക. അപ്പോൾ നല്ല പോലെ തന്നെ തിളപ്പിക്കുക. എന്നിട്ട് ഒരു 5-6 മാരി ബിസ്ക്കറ്റ് എടുത്തിട്ട് ആ പാലിലിട്ടിട്ട് ഒന്ന് അലിയിച്ചെടുക്കുക. അത് പുഡിങ്ങിൻ്റെ ഒരു ലെയർ കുറച്ച് ക്രീം ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ച് പാലിലിട്ടിട്ട് മാരി ബിസ്ക്കറ്റ് അലിയിച്ചെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കത് അധികം ക്രീമി ആയിട്ട് നിൽക്കണ്ടെങ്കിൽ നിങ്ങൾ അത് പാലിൽ അലിയിച്ചെടുക്കണ്ട, ഓൾറെഡി കണ്ടൻസ്ഡ് മിൽക്കിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുത്താൽ മതി. അപ്പോൾ അധികം ക്രീമായിട്ട് നിൽക്കില്ല. അപ്പോൾ ഞാൻ കുറച്ച് ബട്ടർ ഈ മാരി ബിസ്ക്കറ്റിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തു. അതിനുശേഷം അതിലേക്ക് കുറച്ച് പാല് തിളപ്പിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് തിളച്ച പാൽ ഒഴിച്ചെടുക്കുമ്പോൾ ഓൾറെഡി നമ്മൾ സ്പൂൺ കൊണ്ട് ചെയ്യാണ്ട് തന്നെ ബിസ്ക്കറ്റ് അതിൽ നന്നായിട്ട് അലിയും. അതിനുശേഷം ഞാനിവിടെ ഒരു 400 ml കണ്ടൻസ്ഡ് മിൽക്കാണ് എടുത്തിട്ടുള്ളത്. അതിൽ നിന്നൊരു ഹാഫ് ഒഴിച്ചു കൊടുത്താൽ മതി. ചെറിയ ടിന്നൊക്കെ ആണെങ്കിൽ ഫുൾ ഒഴിച്ചു കൊടുക്കുക. ഇതിപ്പോൾ ഒരു 400 ml ആയതുകൊണ്ട് ഒരു 200 ml കണ്ടൻസ്ഡ് മിൽക്ക് ഈ മാരി ബിസ്ക്കറ്റിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുത്തു. അപ്പോൾ അത് സ്വീറ്റ് കണ്ടൻസ്ഡ് മിൽക്കാണ്. അപ്പോൾ പിന്നീട് നമ്മൾ അതിന് വേണ്ടിയിട്ട് വേറെ സ്വീറ്റ് ആഡ് ചെയ്യണ്ട, വേറെ ഷുഗറൊന്നും ആഡ് ചെയ്യണ്ട. ഓൾറെഡി ഈ കണ്ടൻസ്ഡ് മിൽക്കിൽ തന്നെ ആവശ്യത്തിനുള്ള മധുരം ഉണ്ടാവും. ആയിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. അപ്പോൾ പുഡിങ്ങിനുള്ള ഒരു ലെയർ ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അത് നന്നായി മിക്സാക്കിയതിന് ശേഷം നമ്മൾ പുഡിങ് സെറ്റ് ചെയ്യാനുള്ള ബൗളിൽ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അതിന് ശേഷം ഇതൊരു ഇപ്പോൾ പാലൊക്കെ ചൂടാറിയിട്ടുണ്ടാവും നമ്മൾ ഇതിൽ കണ്ടൻസ്ഡ് മിൽക്കൊക്കെ ആഡ് ചെയ്ത് കൊടുത്തപ്പോൾ. അപ്പോൾ ഇത് നമ്മൾ ഒരു 10-15 മിനിറ്റോളം ഫ്രിഡ്ജിലൊന്ന് വെക്കുക. ആ സമയം കൊണ്ട് നമുക്ക് ഇതിന് അടുത്ത ലെയർ റെഡിയാക്കാം. അപ്പോൾ ആ സമയം കൊണ്ട് പുഡിങ്ങിനുള്ള അടുത്ത ലെയർ റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കോൺഫ്ലോർ കലക്കാൻ പോവാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ 2 ടീസ്പൂൺ കോൺഫ്ലോർ ഒരു പാനിലിട്ടു. അതിലേക്ക് പൗഡേർഡ് ഷുഗർ ഒരു 2 ടീസ്പൂണോളം പൗഡേർഡ് ഷുഗർ, പിന്നെ കണ്ടൻസ്ഡ് മിൽക്ക്. അപ്പോൾ ഞാനിവിടെ നേരത്തെ പറഞ്ഞു 400 ml കണ്ടൻസ്ഡ് മിൽക്കാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ 200 ml ബിസ്ക്കറ്റ് കലക്കിയപ്പോൾ എടുത്തു. ബാക്കി 200 ml കൂടി ഇതിൽ ആഡ് ചെയ്ത് കൊടുത്തു. അപ്പോൾ നിങ്ങൾ ചെറിയ ടിന്നാണെങ്കിൽ സെപ്പറേറ്റ് 2 ടിന്ന് 200 ml വാങ്ങിയിട്ട് സെപ്പറേറ്റ് ചെയ്തിട്ട് നിങ്ങൾ ചെയ്യുക. പിന്നെ ഇതിലേക്ക് കുറച്ച് പാൽ ഒഴിച്ചു കൊടുക്കുക. 1 കപ്പോളം പാൽ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ടത് നന്നായിട്ട് കട്ടയില്ലാണ്ട് ഒന്ന് മിക്സാക്കിയിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് കുറുക്കിയെടുക്കുക. പിന്നെ ഇതിലേക്ക് ഒരു 2 ടീസ്പൂണോളം ബട്ടറും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കുക. അപ്പോൾ കോൺഫ്ലോർ, പാല്, കണ്ടൻസ്ഡ് മിൽക്ക്, ബട്ടർ, ഷുഗർ ഇവയെല്ലാം ചേർത്തിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇത് കൈയെടുക്കാണ്ട് ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ ഇത് പാനിൻ്റെ അടിയിലൊക്കെ പിടിക്കാൻ സാധ്യതയുണ്ട്. ഇത് പെട്ടെന്ന് തന്നെ കുറുക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇത് നന്നായി കുറുക്കിയെടുത്തതിന് ശേഷം ഇതിലേക്ക് വേണ്ട മെയിൻ ഇൻഗ്രീഡിയൻസ് ആയ ആപ്രിക്കോട്ട് ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് ചൂടാറിനേക്കാളും മുന്നേ തന്നെ നമുക്ക് ഇവിടെ ആപ്രിക്കോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ക്യാൻഡ് ആപ്രിക്കോട്ടാണ് എടുത്തിട്ടുള്ളത്. അത് ചെറുതായിട്ടൊന്ന് മുറിച്ചെടുക്കുക. അപ്പോൾ ക്യാൻഡ് ആപ്രിക്കോട്ട് ഓൾറെഡി ഷുഗർ സിറപ്പിൽ ഇട്ട് വെച്ചിട്ടുള്ള ആപ്രിക്കോട്ടാണ്. നിങ്ങളത് പാക്കറ്റിൽ വാങ്ങണ ആപ്രിക്കോട്ടാണ് വാങ്ങുന്നതെന്ന് വെച്ചാൽ ഒരു അരമണിക്കൂർ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് അലിയിച്ചിട്ട് കുറച്ച് ഷുഗർ സിറപ്പും കൂടി ആഡ് ചെയ്തിട്ട് അതിൽ ഇട്ട് കൊടുക്കുക.
അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ പുഡിങ് ഫസ്റ്റ് ലെയർ സെറ്റാക്കിയത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തു. അതിലേക്ക് ഞാനിവിടെ രണ്ടാമത്തെ ലെയറായ കോൺഫ്ലോറും ആപ്രിക്കോട്ടും കൂടി കലക്കിയത് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം ഗാർണിഷിന് വേണ്ടിയിട്ട് മേലെ ഒരു ആപ്രിക്കോട്ട് വെച്ച് കൊടുത്തു. പിന്നെ നമ്മൾ ഇതിൻ്റെ മേലെ കുറച്ച് ചോക്ലേറ്റ് സിറപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതൊരു ബ്രഷ് കൊണ്ട് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ബ്രഷ് കൊണ്ട് തന്നെ നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഗാർണിഷ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ ഗാർണിഷ് ചെയ്യാം. ചോക്ലേറ്റ് സിറപ്പിന് പകരം നട്ട്സോ മറ്റെന്തെങ്കിലും ചോക്ലേറ്റിൻ്റെ ചെറിയ പീസ് ഇട്ടിട്ടോ ഗാർണിഷ് ചെയ്യാം. അതിനുശേഷം ഇത് ചുരുങ്ങിയത് 1 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെക്കണം. പിന്നെ ഇതിപ്പോൾ നമ്മൾ ആദ്യമേ ഞാൻ പറഞ്ഞു, ഇത് ഏറ്റവും അടിയിലത്തെ ലെയറിൽ ബിസ്ക്കറ്റ് കലക്കിയപ്പോൾ ഇത് പാലിൽ ബിസ്ക്കറ്റ് കലക്കിയത് കൊണ്ട് ഇത് അടിയിലത്തെ ലെയർ ഒന്ന് ക്രീമായിട്ട് ഇരിക്കും. അപ്പം നിങ്ങൾക്ക് അധികം ക്രീമി ആയിട്ട് ഇരിക്കേണ്ട, കുറച്ച് മുറിച്ചെടുക്കുന്ന ടൈപ്പ് അടിയിൽ മുറിച്ചെടുക്കുമ്പോൾ ക്രീമായിട്ട് വേണ്ടെന്നുണ്ടെങ്കിൽ ബിസ്ക്കറ്റ് കലക്കുമ്പോൾ നിങ്ങൾ അത് കണ്ടൻസ്ഡ് മിൽക്കും ബട്ടറും മാത്രം ആഡ് ചെയ്തിട്ട് ബിസ്ക്കറ്റ് ഒന്ന് പൊടിച്ചെടുത്തിട്ട് അടിയിലത്തെ ലെയറാക്കിയാൽ മതി. അപ്പോൾ അത് മുറിച്ചെടുക്കുമ്പോൾ നല്ല സെറ്റായിട്ട് കിട്ടും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം. വീഡിയോ ഇഷ്ടമെങ്കിൽ